കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഞാൻ ഉത്തരാഖണ്ഡിലായിരുന്നു. ദേവഭൂമി, ദൈവത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിൽ. യാത്രക്കിടയിൽ ഞാൻ കേട്ട ഒരു ദേവി മഹാത്മ്യം പറയാം. മുൻപ് 2013 ജൂൺ 16 ഒരു വലിയ പ്രളയമുണ്ടായി ഉത്തരാഖണ്ഡിൽ. വലിയ മേഘവിസ്ഫോടനത്തോടെ ഭീകരമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെയായി കേദാർനാഥ് പോലെയുള്ള തീർത്ഥസ്ഥലങ്ങളിലെ എല്ലാ കെട്ടിടങ്ങളും റോഡുകളും ഒലിച്ചുപോയി. കേദാർനാഥ ക്ഷേത്രം ഒഴികെ അവിടെയുള്ള എല്ലാം നശിച്ചു പോയിരുന്നു. ഒരത്ഭുതം പോലെ ഒരു വലിയ പാറക്കല്ല് ഒലിച്ചു വന്ന് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് നിന്നതുകൊണ്ട് വെള്ളവും മണ്ണുമെല്ലാം വഴിമാറി ഒഴുകി ക്ഷേത്രവും പ്രതിഷ്ഠയും സംരക്ഷിക്കപ്പെട്ടു. മാത്രമല്ല, ശിവലിംഗം മണ്ണിനടിയിലേക്ക് പോയതുമില്ല. അത് അപ്പോഴും കൂവളമാല കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കണ്ടത്. ക്ഷേത്രത്തിൻ്റെ പിന്നിൽ വന്നു നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിച്ച ആ കല്ല് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഭക്തർ അതിനെയും ആരാധിച്ചു വഴങ്ങുന്നു. ഇതിനെ വിശ്വാസമെന്നോ അന്ധവിശ്വാസമെന്നോ എന്തു വേണമെങ്കിലും വിളിക്കാം. നമ്മളെന്നും പ്രാർത്ഥിക്കുന്നത് ആ പ്രകൃതിയെയാണ്, ആ ശക്തിയെയാണ്. അത് ഭയം കൊണ്ടൊന്നുമല്ല. ഈ ഭൂമിയെ, ഇവിടുത്തെ മണ്ണും നദിയും മലയും സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി പ്രളയമുണ്ടാകാനുള്ള ഒരു കാരണം കൂടി പറയാനുണ്ട് ഉത്തരാഖണ്ഡുകാർക്ക്. ഏതു നാടിനും അതിനെ സംരക്ഷിക്കുന്ന ഒരു ദേവതാ സങ്കല്പം ഉണ്ടാകും. ഹരിദ്വാറും ഋഷികേശും കേദാർനാഥും ബദരീനാഥും ഗംഗോത്രിയുമൊക്കെ ഉൾപ്പെടുന്ന ഉത്തരാഖണ്ഡിൻ്റെ പരദേവത അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിനെ സംരക്ഷിക്കുന്ന ദേവിയാണ് ധാരി ദേവി. അളകനന്ദ നദിയുടെ നടുവിൽ ഉള്ള ഉഗ്രരൂപിയായ ദേവീക്ഷേത്രം. ഈ ദേവിയാണ് ചാർധാം ക്ഷേത്രങ്ങളായ യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദരീനാഥ് എന്നീ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നത്. ധാരി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ചാർധാം ക്ഷേത്ര ദർശനം സാധ്യമാകുള്ളൂ എന്നാണ് വിശ്വാസം. ദേവി പ്രീതിയില്ലെങ്കിൽ യാത്ര മുടങ്ങും, ഉറപ്പ്. അവിടുത്തെ പുരോഹിതൽ ഒരാളുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞതാണിത്. 330 മെഗാവാട്ട് ശേഷിയുള്ള അളകനന്ദ ഹൈഡ്രോ ഇലക്ട്രിക് ഡാമിൻ്റെ നിർമ്മാണത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ക്ഷേത്രം മാറ്റി സ്ഥാപിക്കാൻ അന്നത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരുമാനിച്ചു. ഭക്തരും സന്യാസിമാരും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ ദേവിയെ 600 മീറ്റർ ദൂരത്തുള്ള ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. 2013 ജൂൺ 16 രാവിലെ ദേവീ പ്രതിഷ്ഠ പുതിയ സ്ഥലത്തേക്ക് മാറ്റി. മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് അതേ ദിവസം വൈകുന്നേരമാണ് ഭാരതം തന്നെ കണ്ട ഏറ്റവും വലിയ പ്രളയം ഉത്തരാഖണ്ഡിലുണ്ടായത്. പ്രദേശവാസികളും ഭക്തരും വിശ്വസിക്കുന്നത് ദേവിയെ മൂലസ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ടാണ് ഉത്തരാഖണ്ഡ് ദേവീ കോപം നേരിടേണ്ടി വന്നത് എന്നതാണ്. മൂലസ്ഥാനത്തു നിന്നും ദേവിയെ മാറ്റുന്ന സമയത്ത് ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നത്രേ. 500ഓളം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് കണക്ക്. മുൻപ് 1882 ആ പ്രദേശത്തെ രാജാവ് ക്ഷേത്രം പുനഃസ്ഥാപിക്കാൻ നടത്തിയ സമാനമായ ഒരു ശ്രമം കേദാർനാഥ് ഇടിഞ്ഞതിലേക്ക് വരെ കാരണമായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. അളകനന്ദ നദിയിലൂടെ ഒഴുകി വന്ന ദേവിയുടെ രൂപത്തിൻ്റെ മേൽഭാഗമാണ് ധാരി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇത് സ്വയമേവ ഒഴുകി വന്ന് ഇവിടെ പ്രതിഷ്ഠ ആവുകയായിരുന്നു അത്രേ. പ്രതിഷ്ഠയുടെ കീഴ്ഭാഗം ഗുപ്തകാശിയിലെ കാളിമത്ത് ക്ഷേത്രത്തിൽ ശ്രീയന്ത്രമായി ആരാധിക്കപ്പെടുന്നു. ഭക്തർക്ക് ധാരി ദേവിയുടെ സമ്പൂർണ്ണ ദർശനം ലഭിക്കുന്നതിന് ഈ 2 ക്ഷേത്രങ്ങളും സന്ദർശിക്കണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവിയുടെ മുഖം പെൺകുട്ടിയുടെ രൂപത്തിൽ നിന്ന് സ്ത്രീയുടെയും പിന്നീട് വൈകിട്ടാവുമ്പോൾ മുതിർന്ന സ്ത്രീയുടെയും രൂപത്തിലേക്ക് മാറുന്നു എന്നതും ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകതയാണ്. ദേവി ഭാഗവത പ്രകാരം ഭാരതത്തിലെ 108 ശക്തിപീഠങ്ങളിൽ ഒന്നുകൂടിയാണ് ധാരി ദേവി. ധാരി ദേവി ക്ഷേത്രത്തിനു ചുറ്റും ചെറിയ മണികൾ കെട്ടി അലങ്കരിച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ പുരോഹിതൻ പറഞ്ഞു,
ഏകദേശം 8 കോടി രൂപയുടെ മണിയുണ്ട് ഇപ്പോൾ ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അത് സഫലമായാൽ ദേവിക്ക് ഒരു മണി സമർപ്പിക്കണം എന്നതാണ് വഴിപാട്. ക്ഷേത്രം ഈ മണിയൊന്നും ലേലം ചെയ്യാറുമില്ലത്രേ. ചാർധാമിലെ 4 പ്രധാന ക്ഷേത്രങ്ങളിലെയും മൂർത്തികളെ ആവാഹിച്ച് അതിനെ അഭിഷേകം ചെയ്ത ജലം കൊണ്ടാണത്രേ ഇവിടുത്തെ പുരോഹിതർ നിത്യം കുളിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ എടുക്കുമത്രേ ഇങ്ങനെ കുളി തേവാരങ്ങൾ മുഴുമിപ്പിക്കാൻ. സാധനയുടെ ഭാഗമായുള്ള നിഷ്ഠകളാണ് ആ പുരോഹിതൻ പറഞ്ഞു വെച്ചത്. അളകനന്ദ നദിയിലുള്ള ഈ മനോഹര ക്ഷേത്രം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ശ്രീനഗറിനും രുദ്രപ്രയാഗിനും ഇടയ്ക്കുള്ള ഗഡ്വാൾ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാറിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ മാറി ചാർധാം യാത്രാമധ്യേ ധാരീദേവി ക്ഷേത്രവും ദർശിക്കാവുന്നതാണ്. ഹരിദ്വാറും ഋഷികേശും കേദാർനാഥും ബദരീനാഥും ഗംഗോത്രിയും യമുനോത്രിയും പോലെയുള്ള അനേകം പ്രദേശങ്ങളും ക്ഷേത്രങ്ങളുമുള്ള നാടാണ് ഉത്തരാഖണ്ഡ്. ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം. ആത്മസാക്ഷാത്കാരം തേടി മഹാത്മാക്കളും അന്വേഷകരും എത്തിച്ചേരുന്ന നാട്. ഇന്നത്തെ സയൻസിന് വിശകലനം ചെയ്യാൻ പറ്റാത്തത്ര അത്ഭുതങ്ങൾ കാണുന്ന നാട്. പാവപ്പെട്ട നിഷ്കളങ്കരായ ജനങ്ങളുള്ള നാട് ഉത്തരാഖണ്ഡ്. അവിടെ എന്തും ഭക്തിമയമാണ്. ചെറുതും വലുതുമായി ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുള്ള നാട്. പ്രകൃതിക്ഷോഭം എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മഞ്ഞു വീഴ്ച തുടങ്ങിയവ ഇവിടെ നിത്യസംഭവമാണ്. എന്നാലും പ്രകൃതിയെ ഇത്ര ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു സമൂഹം വേറെ കാണില്ല. ഏതു നിമിഷവും റോഡിൽ മണ്ണിടിയാം. ഏതു നിമിഷവും നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ വലിയ കല്ലുകൾ വീഴാം. എന്നാലും എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് അവർ ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു, ഉള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നു, ചെറിയ വരുമാനത്തിൽ സംസ്കൃതരായി ജീവിക്കുന്നു, സന്തോഷത്തോടെ ലോകത്തിനു തന്നെ മാതൃകയായി.